ഒരു 15 വയസ്സുകാരിക്ക് സ്വന്തം അച്ഛൻ്റെ പ്രായമുള്ള ഒരാളോട് പ്രണയം തോന്നുമോ? ഇനി അങ്ങനെ ഒരു സൗഹൃദമുണ്ടായാൽ അതിന് പിന്നിൽ ഒരു ചതിയുടെ കഥ കാണും. കാസർഗോഡ് പൈവളികയിൽ 10ാം ക്ലാസ്സുകാരിയും 42കാരനും ആത്മഹത്യ ചെയ്ത കേസിൻ്റെ അന്വേഷണത്തിൽ പുറത്തു വരുന്നത് ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ്. പെൺകുട്ടിയും യുവാവും ഒന്നിച്ചുള്ള 92 ചിത്രങ്ങളിൽ ഇരുവരും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് പറയാതെ പറയുന്നുണ്ട്. വീട്ടുകാരും സുഹൃത്തുക്കളും അറിയാതെ അവർ പലയിടങ്ങളിലും പോയിട്ടുണ്ടാകണം. പെൺകുട്ടിയെ കാണാനില്ലെന്ന് പരാതി ലഭിച്ചിട്ടും പോലീസ് എന്തുകൊണ്ടാണ് ആദ്യഘട്ടത്തിൽ അന്വേഷണം നടത്താതിരുന്നത്? പോലീസ് അന്വേഷണത്തിലെ വീഴ്ചകൾ തുറന്നു കാട്ടുന്നതാണ് ഹൈക്കോടതി ഉന്നയിച്ച ചോദ്യങ്ങൾ. ഇതോടൊപ്പം വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതകത്തിൽ പ്രതി അഫാന്റെ ക്രൂരതകൾ ഒന്നൊന്നായി പുറത്തു വരുന്നുണ്ട്. വിശദമായി പരിശോധിക്കുകയാണ് പോലീസ് പട്രോൾ. സ്വാഗതം. ഒരു VIP-യുടെ മകളെ കാണാതായെന്ന് പരാതി കിട്ടിയാൽ പോലീസ് എങ്ങനെയാകും നടപടി സ്വീകരിക്കുക? കേരള ഹൈക്കോടതി കാസർഗോഡ് പോലീസിനോട് ഉന്നയിച്ച ചോദ്യമാണിത്. പൈവളികയിൽ 15കാരിയെ അയൽവാസിയായ യുവാവിനൊപ്പം മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം ആരുടെ വീഴ്ചയാണ്? ഇരുവരുടെയും മൃതദേഹം കണ്ടെത്തിയത് മരിച്ച് 3 ആഴ്ചയ്ക്ക് ശേഷമെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. ഇത്രയും ദിവസം പോലീസ് എന്തുകൊണ്ടാണ് ആ പെൺകുട്ടിക്ക് വേണ്ടി തിരച്ചിൽ നടത്താതിരുന്നത്? ഇരുവരും തമ്മിൽ അടുപ്പത്തിലായിരുന്നുവെന്ന് തെളിയിക്കുന്ന നിർണായക വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. പെൺകുട്ടിയും പ്രദീപും ഒന്നിച്ചുള്ള നിരവധി ചിത്രങ്ങൾ പോലീസിന് ലഭിച്ചു. പൈവളിക മുണ്ടേക്കാവിൽ കാണാതായ 15കാരിയെയും 42കാരനെയും കഴിഞ്ഞ ദിവസമാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. പെൺകുട്ടിയെ കണ്ടെത്താനാവാതെ വന്നതോടെ അമ്മ നൽകിയ ഹേബിയസ് കോർപ്പസ് ഹർജി പരിഗണിക്കവെയാണ് ഹൈക്കോടതി പോലീസിനെതിരെ രൂക്ഷ വിമർശനം ഉയർത്തിയത്. പെൺകുട്ടിയുടെ തിരോധാന കേസ് അന്വേഷണത്തിൽ പോലീസിന് ഗുരുതര വീഴ്ചയുണ്ടായതായി കോടതി നിരീക്ഷിച്ചു. VIP-യുടെ മകളെയാണ് കാണാതായിരുന്നതെങ്കിൽ പോലീസ് ഇത്തരമൊരു നിലപാട് സ്വീകരിക്കുമായിരുന്നുവെന്നും കോടതി ആരാഞ്ഞു. പാവപ്പെട്ടവരെയും VIP-കളെയും ഒരേ കണ്ണിലൂടെ തന്നെ കാണണം. നിയമത്തിനു മുന്നിൽ VVIPയും തെരുവിൽ താമസിക്കുന്നവരും തുല്യരാണ്. കേസ് ഡയറിയുമായി അന്വേഷണ ഉദ്യോഗസ്ഥർ ചൊവ്വാഴ്ച നേരിൽ ഹാജരാകണമെന്നും കോടതി നിർദ്ദേശിച്ചു. പെൺകുട്ടിയുടെയും 42കാരനായ ഓട്ടോ ഡ്രൈവർ പ്രദീപിന്റെയും മരണം ആത്മഹത്യ എന്നാണ് പ്രാഥമിക റിപ്പോർട്ട്. പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നടന്ന പോസ്റ്റ്മോർട്ടത്തിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. കൂടുതൽ പരിശോധനയ്ക്കായി ആന്തരിക അവയവങ്ങൾ ഫോറൻസിക് ലാബിലേക്ക് അയച്ചു. വിശദമായ റിപ്പോർട്ട് രാസപരിശോധനയ്ക്ക് ശേഷമേ ലഭിക്കുകയുള്ളൂ. 20 ദിവസത്തിലധികം പഴക്കമുള്ള മൃതദേഹങ്ങൾ ഉണങ്ങിയ നിലയിലാണെന്നും പോസ്റ്റ്മോർട്ടത്തിൽ വ്യക്തമാക്കി. ഫെബ്രുവരി 11 രാത്രി കാണാതായ പെൺകുട്ടിയെയും ഓട്ടോ ഡ്രൈവറെയും ഞായറാഴ്ച ഉച്ചയോടെയാണ് പെൺകുട്ടിയുടെ വീടിന് സമീപത്തെ അക്കേഷ്യ കാട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. പോലീസും നാട്ടുകാരും ചേർന്ന് നടത്തിയ തെരച്ചിലിനൊടുവിലാണ് മൃതദേഹങ്ങൾ കിട്ടിയത്. ഇരുവരുടെയും ബന്ധുക്കൾക്ക് മൃതദേഹങ്ങൾ വിട്ടു നൽകി. ന്യൂസ് 18 കാസർഗോഡ്. വെഞ്ഞാറമൂട്ടിലെ കൂട്ടക്കുരുതി നടന്ന വീട്ടിൽ ഇപ്പോഴും അഫ്സാന്റെയും ഫർസാനയുടെയും നിലവിളി മുഴങ്ങുന്നുണ്ട്. എവിടെയും ചോരപ്പാടുകൾ, ഭീതിപ്പെടുത്തുന്ന കാഴ്ചകൾ. പ്രതി അഫാനുമായി തെളിവെടുപ്പിനെത്തിയ പോലീസ് ഉദ്യോഗസ്ഥർ പോലും ഒരു നിമിഷം പകച്ചു. ഉറ്റവരെ കൊലപ്പെടുത്തിയ രീതിയെക്കുറിച്ച് അഫാൻ വിവരിച്ചപ്പോൾ കേട്ടുനിന്നവരുടെ ഉള്ളു പിടഞ്ഞു. കൂട്ടക്കൊലപാതകത്തിന് കാരണം സാമ്പത്തിക ബാധ്യത തന്നെയെന്ന് ഉറപ്പിക്കുകയാണ് അന്വേഷണ സംഘം. അതിനിടെ വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതകത്തിൽ പ്രതി അഫാനെ വീണ്ടും പോലീസ് കസ്റ്റഡിയിൽ വിട്ടിരിക്കുകയാണ്. പിതൃ സഹോദരൻ അബ്ദുൽ ലത്തീഫിനെയും ഭാര്യയെയും കൊലപ്പെടുത്തിയ കേസിലാണ് നെടുമങ്ങാട് കോടതിയുടെ നടപടി. പ്രതിയെ തെളിവെടുപ്പിനായി വൈകാതെ ലത്തീഫിന്റെ വീട്ടിലെത്തി. പേരുമലയിലെ വീട്ടിലെത്തിച്ച് അന്വേഷണ സംഘം നടത്തിയ തെളിവെടുപ്പിനിടെയാണ് ഫെബ്രുവരി 24-ാം തീയതി സംഭവിച്ച കൊടും ക്രൂരകൃത്യങ്ങൾ 23കാരനായ അഫാൻ പോലീസിനോട് വിശദീകരിച്ചത്. സംഭവ ദിവസം രാവിലെ 10 മണിക്ക് വീടിനുള്ളിലെ സോഫയിലിരുന്ന് താനും ഉമ്മ ഷെമിയും
കടക്കണിയിൽ നിന്ന് രക്ഷപ്പെടാൻ ആത്മഹത്യയല്ലാതെ മറ്റ് പോംവഴികൾ ഒന്നുമില്ലെന്ന് പരസ്പരം പറഞ്ഞു. അതിനിടെ ഉമ്മ പൊക്കോളൂ, ഞാനും അവനും പിന്നാലെ വരാമെന്ന് പറഞ്ഞ് ഉമ്മയുടെ തലയിൽ ഉണ്ടായിരുന്ന ഷോൾ കഴുത്തിൽ ഇറുക്കി വരിഞ്ഞു മുറുക്കി. ഷെമി സോഫയിൽ നിന്ന് നിലത്ത് വീണു, ഒപ്പം താനും. പിന്നീട് മുറിക്കുള്ളിലേക്ക് വലിച്ചു കൊണ്ടുപോയി തല ശക്തിയോടെ തറയിലിടിപ്പിച്ചു. രക്തം വാർന്നൊഴുകുന്നത് കണ്ട് ഉമ്മ മരിച്ചെന്ന് കരുതി മുറിയുടെ വാതിലടച്ച് പുറത്തുപോയി. പാങ്ങോടുള്ള കുടുംബ വീട്ടിൽ തനിച്ച് താമസിച്ചിരുന്ന വല്യമ്മ സൽമ ബീവിയുടെ അടുത്തെത്തി എന്റെ ഉമ്മ പോയടി എന്ന് പറഞ്ഞു. തുടർന്ന് തലയ്ക്ക് ചുറ്റിക കൊണ്ടടിച്ച് മുറിവേൽപ്പിച്ച് 88-കാരിയായ സൽമ ബീവിയെയും വകവരുത്തി. അവിടെ നിന്ന് പിതൃ സഹോദരൻ ലത്തീഫിന്റെ വീട്ടിലെത്തി 2 പേരുടെ ജീവനെടുത്തു. ഒടുവിൽ ഉമ്മയുടെ അടുത്തേക്ക് വരണമെന്ന് പറഞ്ഞ് പെൺസുഹൃത്ത് ഫർസാനയെ മുക്കുന്നൂരിലെ വീട്ടിൽ നിന്ന് വിളിച്ചു വരുത്തി. കാവറയിൽ നിന്ന് തനിക്കൊപ്പം ബൈക്കിൽ കയറിയ ഫർസാനയോട് ഈ വണ്ടി ഇടിച്ച് താൻ മരിച്ചാൽ എന്ത് ചെയ്യുമെന്ന് യാത്രക്കിടെ പ്രതി ചോദിച്ചു. നിനക്കൊപ്പം ഞാനും മരിക്കുമെന്ന് ഫർസാനയുടെ മറുപടി. തുടർന്ന് പേരമലയിലെ വീടിന്റെ മുന്നിലെത്തിയപ്പോൾ ഗേറ്റ് പൂട്ടിയ നിലയിൽ. താനും ഫർസാനയും മതിൽ ചാടിക്കടന്ന് വീടിനുള്ളിൽ പ്രവേശിച്ചു. മുകൾ നിലയിലെ മുറിയിലെത്തിച്ച് ഉമ്മ പോയെന്ന് ആദ്യം വെളിപ്പെടുത്തി. പിന്നാലെ ആക്രമിച്ച മറ്റുള്ളവരുടെ വിവരങ്ങളും. നടുക്കുന്ന വിവരങ്ങൾ കേട്ട് കൈകൾ കൊണ്ട് കണ്ണുപൊത്തി തല കുനിച്ച് ഫർസാന സമീപത്തെ കസേരയിലിരുന്നു. പൊടുന്നനെ നീ കരയില്ലെന്നും ഞാനും അനുജനും നിന്റെ പിന്നാലെ വരുമെന്നും പറഞ്ഞ് അടുത്ത് കരുതിയിരുന്ന ചുറ്റിക കൊണ്ട് 2 തവണ പെൺസുഹൃത്തിന്റെ നെറ്റിയിൽ അടിച്ചു. ആദ്യ ആക്രമണത്തിൽ തന്നെ അവളുടെ ജീവൻ നഷ്ടപ്പെട്ടെന്നും പിന്നീട് തലയ്ക്കു ചുറ്റും അടിക്കുകയായിരുന്നെന്നുമാണ് വെളിപ്പെടുത്തൽ. ഇഷ്ടഭക്ഷണമായ കുഴിമന്തിയും വാങ്ങി വീട്ടിലേക്ക് മടങ്ങി വന്ന സഹോദരനെ അകത്ത് വിളിച്ചു കയറ്റി ഉമ്മ പോയെന്ന് പറഞ്ഞു. നമുക്കും ഉമ്മയുടെ അടുത്തേക്ക് പോകാമെന്ന് പറഞ്ഞ് ശബ്ദം പുറത്ത് കേൾക്കാതിരിക്കാൻ ഹാളിനുള്ളിലെ TV ഓണാക്കിയ ശേഷം അഫ്സാന്റെ നേർക്ക് ആദ്യ ആക്രമണം. ഇക്ക ഇക്ക എന്ന് വിളിച്ചുകൊണ്ടായിരുന്നു 14-കാരൻ പിടഞ്ഞു വീണത്. പിന്നാലെ സമീപത്തെ മുറിക്കലിൽ നിന്ന് അനക്കം കേട്ട് തുറന്നു നോക്കുമ്പോൾ ഉമ്മയുടെ കണ്ണുകൾ ചലിക്കുന്നുണ്ടായിരുന്നു. അതിനിടെ ചുറ്റിക കൊണ്ട് പലതവണ ഷെമിയുടെ തലയിൽ അടിച്ചു. രക്തം പരന്നൊഴുകിയിട്ടും കണ്ണുകൾ തുറന്നിരുന്നതോടെ ബലമായി മുറുക്കിയടച്ച ശേഷം താൻ പുറത്തു കടന്നു. രക്തത്തിൽ കുളിച്ചു കിടന്ന അനുജന്റെ മൃതദേഹത്തിനരികിലിരുന്ന് ഏറെ നേരം കരഞ്ഞ ശേഷമാണ് രക്തക്കറ പുരണ്ട വസ്ത്രങ്ങൾ മാറ്റി കുളിച്ചത്. ഒടുവിൽ അടുക്കളയിലെ ഗ്യാസ് തുറന്നുവിട്ടു. തുടർന്ന് ശീതളപാനീയത്തിൽ എലിവിഷം കലർത്തി കുടിച്ച ശേഷം വീടിന് പുറത്തു കടന്നു. ബൈക്ക് സ്റ്റാർട്ടാകാതെ വന്നതോടെ ഓട്ടോ പിടിച്ച് വെഞ്ഞാറമൂട് പോലീസ് സ്റ്റേഷനിലേക്ക്. താൻ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച അനുജനെയും പെൺസുഹൃത്തിനെയും അതിക്രൂരമായി ആക്രമിച്ചതിൽ കുറ്റബോധമുണ്ടെന്നും എന്നാൽ മറ്റു 3 പേരോട് തനിക്ക് അടങ്ങാത്ത പകയായിരുന്നെന്നുമാണ് തെളിവെടുപ്പിനിടെ അന്വേഷണ സംഘത്തോട് അഫാൻ നടത്തിയ വെളിപ്പെടുത്തൽ. തിരുവനന്തപുരത്ത് നിന്ന് ഡാൻ കുര്യൻ, ന്യൂസ് 18. കൗമാരപ്രായത്തിൽ പല കുട്ടികൾക്കും മാതാപിതാക്കളെക്കാളും അടുപ്പം സുഹൃത്തുക്കളോടായിരിക്കും. വളർത്തി വലുതാക്കിയ അച്ഛനും അമ്മയും പറയുന്നതിലും വിശ്വാസം ഇന്നലെ പരിചയപ്പെട്ട ആൺ സുഹൃത്തുക്കളോടാകാം. ചെറിയ വഴക്കു പറഞ്ഞാൽ പോലും വീട്ടുകാരുമായി കലഹിക്കുന്നവർ, നിസ്സാര പ്രശ്നത്തിന് നാടുവിടുന്നവർ. മലപ്പുറം താനൂരിൽ പെൺകുട്ടികൾ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോകാനുള്ള കാരണം ഇതുപോലെ ചെറിയ പ്രശ്നമാണ്. ഇത്രയും ദിവസം മാതാപിതാക്കളെ കാണാതിരുന്നിട്ടും പ്രയാസമോ പേടിയോ അവർക്കില്ല. പെൺകുട്ടികളെ കണ്ടെത്തിയെങ്കിലും ഈ സംഭവം പോലീസ് അതീവ ഗൗരവത്തോടെയാണ് കാണുന്നത്. കുട്ടികളെ കണ്ടെത്തിയ മുംബൈയിൽ പോലീസ് സംഘം വീണ്ടും എത്തി അന്വേഷണം നടത്തും. താനൂരിലെ പെൺകുട്ടികളുടെ യാത്രയിലെ ദുരൂഹത പൂർണ്ണമായും നീക്കാനുള്ള ഉദ്യമത്തിലാണ് പോലീസ്. എടവണ്ണ സ്വദേശിയുമൊത്തുള്ള യാത്രയിൽ പെൺകുട്ടികൾ എവിടെയെല്ലാം പോയി, ആരെയെല്ലാം കണ്ടു എന്നെല്ലാം നേരിട്ട് ചെന്ന് അന്വേഷിക്കാനാണ് പോലീസിന്റെ നീക്കം. വിവാദമായ സലൂണിലും പെൺകുട്ടികൾ പോയി എന്ന് പറയുന്ന മറ്റിടങ്ങളിലും പോലീസ് അന്വേഷണം നടത്തും. മുംബൈയിൽ പ്രാദേശികമായി ആരെങ്കിലും കുട്ടികളെ സഹായിച്ചോ എന്നതും അന്വേഷിക്കുമെന്ന് SP വ്യക്തമാക്കി. മുംബൈയിലേക്ക് ടീം പോകുന്നുണ്ട്. അത് എന്നാ ട്രാവൽ പ്ലാൻ എന്നാ ഷെഡ്യൂൾ ചെയ്തിരിക്കണെന്ന് അറിയില്ല.
ടുഡേ ഓർ ടുമോറോ ഏതെങ്കിലും ദിവസം തന്നോട് സ്പീക്ക് ചെയ്യാൻ ഇൻസ്ട്രക്ഷൻ കൊടുത്തു. അതിനാണ് ഞങ്ങൾ ഒരു ടീമിനെ അയക്കുന്നത്. തീർച്ചയായിട്ടും കുറച്ച് അഭ്യൂഹങ്ങളോ അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാം ക്ലാരിറ്റി വരുത്തണം. അപ്പോൾ ഇൻവെസ്റ്റിഗേഷൻ ടീം വിൽ ബി ട്രാവലിംഗ്. എടവണ്ണ സ്വദേശിയല്ലാതെ മറ്റാരും സഹായിച്ചിട്ടില്ല എന്നാണ് നിലവിൽ പെൺകുട്ടികളുടെ മൊഴി. ഇയാൾക്കെതിരെ തട്ടിക്കൊണ്ടുപോകലടക്കമുള്ള കുറ്റങ്ങൾ ചുമത്തിയാണ് പോലീസ് കേസുകൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. പ്രതി ഇപ്പോൾ റിമാൻഡിലാണ്. പെൺകുട്ടികൾക്ക് കൗൺസിലിംഗ് അടക്കം നൽകി പൂർണ്ണമായും പിന്തുണയ്ക്കേണ്ട സാഹചര്യമാണ് ഇപ്പോഴുള്ളതെന്നും പോലീസ് പറയുന്നു. CWC സംരക്ഷണയിലാണ് പെൺകുട്ടികൾ. ന്യൂസ് 18 മലപ്പുറം. ലഹരി മാഫിയ സംഘങ്ങൾ നാട്ടുകാരുടെ സ്വൈര്യജീവിതം തകർക്കുമ്പോൾ അതിനെതിരെ ധീരമായി പ്രതികരിക്കുന്ന ചില മനുഷ്യരെ കാണാറുണ്ട്. ലഹരി വിൽപ്പനയ്ക്കെതിരെ ഇങ്ങനെ പോലീസിന് വിവരം നൽകിയതിന് കാസർഗോഡ് മാസ്തിക്കുണ്ട് സ്വദേശി സിനാനും കുടുംബത്തിനും ഏൽക്കേണ്ടി വന്നത് ക്രൂരമർദ്ദനമാണ്. മാരകായുധങ്ങളുമായി വീട്ടിലെത്തിയ അക്രമികൾ കൊലവിളി മുഴക്കുകയും സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവരെ ആക്രമിക്കുകയും ചെയ്തു. ലഹരി കേസിലെ പ്രതികളായ ചെങ്കള സ്വദേശി ഉമർ ഫാറൂഖ്, സഹോദരൻ നിയാസ് എന്നിവർ ചേർന്ന് ആക്രമിച്ചെന്നാണ് പരാതി. മാസ്തിക്കുണ്ടിലെ ആൾതാമസമില്ലാത്ത വീട് കേന്ദ്രീകരിച്ച് ലഹരി വിൽപ്പന നടക്കുന്നുവെന്ന ആരോപണം നേരത്തെ ഉയർന്നതാണ്. കഴിഞ്ഞ ദിവസം ആദൂർ പോലീസ് ഈ വീട്ടിൽ പരിശോധന നടത്തി 3 പേരെ പിടികൂടിയിരുന്നു. ഇതിന്റെ വൈരാഗ്യമാണ് ആക്രമണത്തിന് പിന്നിൽ. പോലീസിന് വിവരം ചോർത്തി നൽകിയെന്നാരോപിച്ചാണ് വീട് അടിച്ചുമെറിഞ്ഞു തകർത്തത്. ആക്രമണത്തിൽ ബി അഹമ്മദ് സിനാൻ, മാതാവ് ബി സൽമ എന്നിവർക്ക് പരിക്കുപറ്റി. ഇവർ ചെങ്കള ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഞാൻ പള്ളിയിലേക്ക് പോകുന്ന സമയത്ത് ഓറ് ഇരുമ്പിൻ്റെ റാഡെല്ലാം കൊണ്ട് വന്നിട്ട് ആക്രമിച്ചതാണ്. തലക്കും ഇവിടെ ഈ ഭാഗത്തും കുറേ എടുത്ത് അടിയുണ്ട്. ഇവിടെല്ലാം കൈക്കെല്ലാം കൊണ്ടിട്ട് തലക്കെല്ലാം അടിച്ചിന്. എന്തോ ഭാഗ്യത്തിനാണ് രക്ഷപ്പെട്ടത്. വീട്ടിലേക്ക് വന്നിട്ട് പെണ്ണുങ്ങളെ തല്ലീന് കിടാവുണ്ടായിന്. കിടാവും ഭയങ്കര ഇതായിന്. കിടാവിനെ തള്ളിയിട്ട് അങ്ങോട്ട് കിട്ടീന്. ഇപ്പോൾ ഒരു 10-20 ദിവസമായിട്ട് അവിടെ ഭയങ്കര ആൾക്കാർ വരുന്ന ഇതിലുണ്ട്. ഇങ്ങനെ കംപ്ലൈൻ്റ് ആക്കിയതാണ്. ക്ലബ്ബ് മൊത്തത്തിൽ കംപ്ലൈൻ്റ് ആക്കിയതാണ്. ആ പിടിച്ചതിൻ്റെ പ്രതികാരമാണ് ഇന്നലെ അവർ വെട്ടിയത്. ഇപ്പോൾ ഇങ്ങനെയാണെങ്കിൽ നമുക്ക് ജീവിക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ് അവിടെ ഉള്ളത് നിലവിൽ. കുറഞ്ഞ അളവിലാണ് പ്രതികളിൽ നിന്നും ലഹരിമരുന്ന് കണ്ടെത്തിയത്. ഇതോടെ സ്റ്റേഷൻ ജാമ്യം നൽകി വിടുകയായിരുന്നു. പിന്നാലെയായിരുന്നു ആക്രമണം. ഇരുമ്പ് തണ്ടുമായാണ് പ്രതികളെത്തിയത്. വീട്ടുകാർ തന്നെയാണ് ആക്രമണ ദൃശ്യങ്ങൾ പകർത്തിയത്. സംഭവത്തിൽ വിദ്യാനഗർ പോലീസ് കേസെടുത്തു. ന്യൂസ് 18 കാസർഗോഡ്. ലഹരിക്കടിമകളായ യുവാക്കൾ തലയ്ക്ക് വെളിവില്ലാതെ നടക്കുകയാണ്. ലഹരി കിട്ടിയില്ലെങ്കിൽ ആരെയും ആക്രമിക്കും. തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിലെ മെഡിക്കൽ ഷോപ്പിൽ ഒരു സംഘം ചെറുപ്പക്കാർ ലഹരി മരുന്നിന് പകരമായി ഉപയോഗിക്കുന്ന ഗുളിക ആവശ്യപ്പെട്ടെത്തി. ഡോക്ടറുടെ കുറിപ്പടിയില്ലാതെ ഗുളിക തരില്ലെന്ന് ജീവനക്കാരൻ പറഞ്ഞതോടെ പുലർച്ചെ സംഘം ചേർന്നെത്തി ആക്രമണം. ബൈക്കുകളിലെത്തിയ 4 അംഗ സംഘം ജീവനക്കാരൻ്റെ ബൈക്കും ഷോപ്പിലെ ചില്ലും തകർത്തു. അക്രമികൾ വെട്ടുകത്തിയും ആയുധങ്ങളുമായി എത്തി കൊലവിളി മുഴക്കുന്നതും ദൃശ്യങ്ങളിൽ കാണാം. കേസിൽ പ്രതികൾക്കായി പോലീസ് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. പുലർച്ചെ 2 മണിയോടെയായിരുന്നു ആക്രമണം. ബൈക്കുകളിലെത്തിയ സംഘം ജീവനക്കാരന്റെ ബൈക്കും മെഡിക്കൽ സ്റ്റോറിന്റെ ചില്ലും തകർത്തു.
നെയ്യാറ്റിൻകര ആശുപത്രി ജംഗ്ഷൻ സമീപം പ്രവർത്തിക്കുന്ന അപ്പോളോ മെഡിക്കൽ ഷോപ്പിന് നേരെയായിരുന്നു ആക്രമണം. വെട്ടുകത്തി ഉൾപ്പെടെയുള്ള മാരകായുധങ്ങളുമായാണ് നാലംഗ സംഘം എത്തിയത്. കടയിലെ ജീവനക്കാരനായ അനസിനോട് ഇവർ പുറത്തുവരാൻ ആവശ്യപ്പെട്ടു. ഇയാൾ കൂട്ടാക്കാത്തതിനെ തുടർന്ന് വാതിൽ ബലം പ്രയോഗിച്ച് തുറക്കാൻ ശ്രമിച്ചു. ഇത് നടക്കാതെ വന്നതോടെയായിരുന്നു ആക്രമണം. ബഹളം കേട്ട് പരിസരവാസികൾ ഓടിയെത്തിയപ്പോഴേക്കും അക്രമികൾ ബൈക്കുകളിൽ കടന്നു കളഞ്ഞു. ലഹരി മരുന്നിന് പകരമായി ഉപയോഗിക്കാറുള്ള ഉറക്കുഗുളിക ആവശ്യപ്പെട്ട് ഇവർ നേരത്തെ കടയിലെത്തിയിരുന്നുവെന്നാണ് മെഡിക്കൽ ഷോപ്പ് ഉടമ നൽകിയ പരാതിയിൽ പറയുന്നത്. ഇത്തരം മരുന്നുകൾ ഡോക്ടർമാരുടെ കുറിപ്പടിയില്ലാതെ നൽകരുതെന്നാണ് നിയമം. CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ പരിശോധിച്ച് പ്രതികൾക്കായി പോലീസ് അന്വേഷണം ഊർജിതമാക്കി. ന്യൂസ് 18 നെയ്യാറ്റിൻകര. കോഴിക്കോട് താമരശ്ശേരിയിലെ പല മാതാപിതാക്കളും ഇപ്പോൾ മക്കളെക്കുറിച്ചോർത്ത് വിലപിക്കുന്നുണ്ട്. വലിയ പ്രതീക്ഷയോടെ വളർത്തിയ കുട്ടികൾ ലഹരിക്കടിമകളായി മാറുമ്പോൾ നിസ്സഹായരായി നോക്കി നിൽക്കാനാണ് വിധി. കഴിഞ്ഞ ദിവസം താമരശ്ശേരിയിൽ ലഹരി മരുന്നടങ്ങിയ കവറുകൾ വിഴുങ്ങി മരിച്ച ഷാനിദിൻ്റെ കുടുംബത്തിനും അവനെക്കുറിച്ച് ഒട്ടേറെ സ്വപ്നങ്ങളുണ്ടായിരുന്നു. മകൻ ഗൾഫിൽ നിന്ന് തിരികെ നാട്ടിലെത്തിയ ശേഷം ലഹരി സംഘത്തിൽപ്പെട്ടത് അവർ മനസ്സിലാക്കിയില്ല. താമരശ്ശേരി കേന്ദ്രീകരിച്ചുള്ള മാഫിയ സംഘത്തിലെ പ്രധാനിയായിരുന്നു മരിച്ച ഷാനിദ്. അമിതമായ അളവിൽ ലഹരി രക്തത്തിൽ കലർന്നതാണ് മരണകാരണമെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ കണ്ടെത്തൽ. പരിശോധനയ്ക്കെത്തിയ പോലീസ് സംഘത്തെ കണ്ട് കയ്യിലുണ്ടായിരുന്ന MDMA പാക്കറ്റുകൾ വിഴുങ്ങി ചികിത്സയിലിരിക്കെ ഷാനിദ് മരിച്ചതിന് കാരണം ലഹരിമരുന്ന് രക്തത്തിൽ കലർന്നതാണെന്ന് പോസ്റ്റ്മോർട്ടത്തിൽ കണ്ടെത്തി. വയറ്റിൽ ഉണ്ടായിരുന്ന സിപ്പ് കവറുകളിൽ ഒന്ന് പൊട്ടി ലഹരി പദാർത്ഥം രക്തത്തിൽ കലർന്നിരുന്നു. വയറ്റിലുണ്ടായിരുന്നത് MDMA ആണോ എന്ന ഫോറൻസിക് പരിശോധനയിൽ മാത്രമേ വ്യക്തമാകൂ. ഒരു പാക്കറ്റ് കഞ്ചാവും പോസ്റ്റ്മോർട്ടത്തിൽ വയറ്റിൽ നിന്ന് കണ്ടെടുത്തു. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തു. ഗൾഫിലായിരുന്ന ഷാനിദ് നാട്ടിൽ തിരിച്ചെത്തിയ ശേഷം ലഹരിക്ക് അടിമയായെന്നും മയക്കുമരുന്ന് കച്ചവട റാക്കറ്റിലെ കണ്ണിയായെന്നും പോലീസ് അന്വേഷണത്തിൽ വ്യക്തമായി. കോടഞ്ചേരി, താമരശ്ശേരി പോലീസ് സ്റ്റേഷനുകളിൽ ഇയാൾക്കെതിരെ 2 ലഹരി കേസുകൾ ഉണ്ട്. ഇയാളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന കണ്ണികളെ കണ്ടെത്താൻ പോലീസ് അന്വേഷണം വ്യാപിപ്പിച്ചു. ന്യൂസ് 18 കോഴിക്കോട്. രാജ്യാന്തര ലഹരി മാഫിയ സംഘങ്ങൾ കേരളത്തെ ഒരു വലിയ മാർക്കറ്റായി കാണുകയാണ്. വിദേശ രാജ്യങ്ങളിൽ നിന്നും കോടികളുടെ ലഹരി ഇവിടേക്ക് ഒഴുകുന്നു. വടക്കൻ ജില്ലകൾ കേന്ദ്രീകരിച്ചും യുവാക്കളുടെ നേതൃത്വത്തിലാണ് ഇടപാടുകൾ. കഴിഞ്ഞ ദിവസം ഒമാനിൽ നിന്ന് 1.5 കിലോയിലധികം MDMA എത്തിയത് കരിപ്പൂർ സ്വദേശിയായ യുവാവിൻ്റെ പേരിലാണ്. മട്ടാഞ്ചേരിയിലെ ലഹരിമരുന്ന് കേസിൽ പിടിയിലായ കരിപ്പൂർ സ്വദേശി ആഷിഖിൻ്റെ വീട്ടിൽ നിന്നാണ് MDMA പിടികൂടിയത്. ഇതിന് പിന്നിലുള്ളവരെ കണ്ടെത്താൻ പോലീസ് അന്വേഷണം ഊർജിതമാക്കി. ജയിലിലുള്ള ആഷിഖിനെ ഉടൻ ചോദ്യം ചെയ്യും. ആഷിഖിന് ഒമാനിൽ നിന്നെത്തിയ പാഴ്സലിൽ നിന്നാണ് വലിയ അളവിൽ MDMA കണ്ടെത്തിയത്. 1665 ഗ്രാം MDA 40-ലധികം ചെറിയ പാക്കറ്റുകളിലായാണ് കടത്താൻ ശ്രമിച്ചത്. ഒമാനിൽ നിന്ന് ചെന്നൈ വിമാനത്താവളം വഴിയാണ് കാർഗോ കരിപ്പൂരിലെത്തിയത്. വീട്ടുസാധനങ്ങളിടയിൽ ഒളിപ്പിച്ച അവസ്ഥയിലായിരുന്നു MDMA പാക്കറ്റുകളെന്ന് പോലീസ് പറഞ്ഞു. ഒമാനിൽ നിന്ന് ആരാണ് ഇത് അയച്ചതെന്നും ലഹരിമരുന്ന് കേസിൽ ഇപ്പോൾ റിമാൻഡിലുള്ള ആഷിഖിന്റെ പങ്ക് എത്രമാത്രമുണ്ടെന്നും അന്വേഷിച്ചു വരികയാണെന്ന് SP R വിശ്വനാഥ് വ്യക്തമാക്കി. കുറച്ച് ഹൗസ് ഹോൾഡ് ഐറ്റംസും മറ്റ് സാധനങ്ങളും എല്ലാം കൂടി ചേർത്ത്, എല്ലാം നമ്മൾ സീഷറിലെടുത്തിട്ടുണ്ട്. കുറച്ച് സാധനങ്ങളോട് ഉൾപ്പെടെയുള്ള ഒരു ബാഗായിട്ടാണ് നമ്മൾ ഒരു പാർസൽ, പ്രോപ്പർ കാർഗോ പാർസലായിട്ടല്ല. അപ്പം അത് ജസ്റ്റ് ലൈക്ക് ഇനി അതർ കാർഗോ പാർസൽ പോലെ തന്നെ ഇയാളുടെ അഡ്രസ്സിലേക്ക് വന്ന കാർഗോ ആണ്. അപ്പോൾ ഈ കേസിനകത്ത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇനി ഇയാളെ കസ്റ്റഡിയിലെടുത്ത് വിശദമായിട്ട് ചോദ്യം ചെയ്യേണ്ടതുണ്ട്. ബിക്കോസ് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം പറഞ്ഞ മറ്റുള്ളവർക്ക് എല്ലാവർക്കും സപ്ലയർ ഇയാളാണോ എന്നുള്ളതെല്ലാം അങ്ങനെ ഒരു അന്വേഷണത്തിനകത്തെ വെളിവാകത്തുള്ളൂ. ഒമാനിൽ സൂപ്പർ മാർക്കറ്റിലായിരുന്നു ആഷിഖിന് ജോലി. ഒമാനിലുള്ളവർക്ക് MDMA കടത്തുമായി ബന്ധമുണ്ടോ എന്നും അന്വേഷിക്കുന്നുണ്ട്.
പിടിച്ചെടുത്ത MDMAക്ക് 1/2 കോടി രൂപയിലധികം മൂല്യം കണക്കാക്കുന്നു. ഇപ്പോൾ മട്ടാഞ്ചേരി കേസിൽ റിമാൻഡിലുള്ള ആഷിഖിനെ ഈ കേസിൽ കൂടി ഉൾപ്പെടുത്തി ചോദ്യം ചെയ്യുമെന്നും SP വ്യക്തമാക്കി. ഇത്രയും അധികം അളവിൽ MDMA കടത്തിയത് മൊത്ത വിതരണ ശൃംഖലയുടെ മുഖ്യകണ്ണിയാണ് ആഷിഖ് എന്ന സൂചനയാണ് നൽകുന്നത്. ന്യൂസ് 18 മലപ്പുറം. മക്കൾ തെറ്റു ചെയ്താൽ മാതാപിതാക്കൾ പഴി കേൾക്കാറുണ്ട്. എന്നാൽ തിരുവല്ലയിൽ ഒരച്ഛൻ ചെയ്ത തെറ്റിന് ആക്ഷേപം നേരിടേണ്ടി വന്നത് 10 വയസ്സുള്ള മകനാണ്. 4ാം ക്ലാസ്സുകാരനായ മകനെ മറയാക്കിയാണ് യുവാവ് MDMA വിൽപ്പന നടത്തിയെന്നുള്ള കേസ് പോലീസ് കെട്ടിച്ചമച്ചതെന്ന ആരോപണം. തിരുവല്ല MDMA കേസിൽ പോലീസിനെതിരെ ഗുരുതര ആക്ഷേപവുമായി രംഗത്തെത്തിയത് പ്രതിയുടെ ഭാര്യയാണ്. പോലീസിന് സംഭവിച്ച പാളിച്ച മറയ്ക്കാൻ വീട്ടിലെത്തി ഭാര്യയുടെ പരാതി എഴുതി വാങ്ങുന്ന CCTV ദൃശ്യങ്ങളും പുറത്തു വന്നു. ലഹരിക്കടത്തിൽ കുട്ടിയെ കൂടി ഉൾപ്പെടുത്തിയ പോലീസ് നടപടിക്കെതിരെ പ്രതിയുടെ ഭാര്യ CWCക്ക് പരാതി നൽകി. രണ്ട് ദിവസം മുമ്പാണ് 10 വയസ്സുകാരനായ മകനെ മറയാക്കി MDMA കടത്തിയ പ്രതിയെ പോലീസ് പിടികൂടിയെന്ന വാർത്ത പുറത്തു വന്നത്. ഈ കേസിനെക്കുറിച്ച് തിരുവല്ല DSP മാധ്യമങ്ങൾക്ക് നൽകിയ പ്രതികരണത്തിൽ കുട്ടിയുടെ ദേഹത്ത് MDMA ഒട്ടിച്ചു വെച്ച് കടത്തുന്നതായിരുന്നു പ്രതിയുടെ രീതിയെന്ന് വ്യക്തമാക്കിയിരുന്നു. അദ്ദേഹത്തിൻ്റെ കുട്ടിയെ ഉപയോഗപ്പെടുത്തി കുട്ടിയുടെ ദേഹത്ത് ഒട്ടിച്ചു വെക്കും MDMA എന്നുള്ളതാണ് ഞങ്ങൾ മനസ്സിലാക്കിയേക്കുന്നത്. വാർത്ത ശ്രദ്ധയിൽപ്പെട്ട പ്രതിയുടെ ഭാര്യ കുട്ടിയെ ലഹരിക്കടത്തിനായി ഉപയോഗിച്ചിട്ടില്ലെന്നും പ്രസ്താവന തിരുത്തണമെന്നും പോലീസിനോട് ആവശ്യപ്പെട്ടു. 1 വർഷമായി ഭർത്താവുമായി പിണങ്ങി കുട്ടിയും ഒന്നിച്ച് താമസിക്കുകയാണിവർ. അതുകൊണ്ട് തന്നെ കേസിൽ കുട്ടി ഉൾപ്പെട്ടിട്ടില്ലെന്നാണ് ഭാര്യ നൽകിയ മൊഴി. അന്ന് രാത്രി തന്നെ തിരുവല്ല പോലീസ് ഇവർ താമസിക്കുന്ന വീട്ടിലെത്തി വാർത്ത മാധ്യമങ്ങൾക്ക് പറ്റിയ തെറ്റാണെന്ന് പറഞ്ഞു. ഒരു പരാതിയും ഇവരിൽ നിന്നും എഴുതി വാങ്ങി. ബാലനീതി നിയമപ്രകാരം പ്രതിക്കെതിരെ ഒരു കേസ് കൂടി രജിസ്റ്റർ ചെയ്ത പോലീസ് മൊഴിയെടുക്കാൻ കുട്ടിയെ സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചപ്പോഴാണ് പോലീസ് പറഞ്ഞു പറ്റിച്ചെന്ന് യുവതിക്ക് മനസ്സിലായത്. അയാള് ചെയ്ത തെറ്റിന് ഞാനും എന്റെ കുഞ്ഞും ഒരു ഇതും ഇല്ല. എന്റെ കുഞ്ഞിനെ അയാൾ കാണുവോ ഇതോ ഈ 1 വർഷക്കാലമായിട്ട് അയാളെ എന്റെ കുഞ്ഞ് കാണുവോ ഒന്നും ചെയ്തിട്ടില്ല. ഞങ്ങൾ പിണങ്ങി ഞങ്ങൾ കാണാത്ത ഒരാളെ ഞാൻ ആദ്യമായിട്ട് അയാളെ കാണുന്നത് ഇപ്പോ ഈ പോലീസ് സ്റ്റേഷനിൽ ഞാൻ അന്ന് പിടിക്കുമ്പോഴാണ് ഞങ്ങൾ കാണുന്നത് തന്നെ. ലഹരിക്കടത്തുമായി കുട്ടിയെ ബന്ധിപ്പിക്കാനുള്ള പോലീസ് നീക്കത്തിനെതിരെ അമ്മ CWCക്ക് പരാതി നൽകി. MDMA കേസിലെ തുടർ നടപടികളിൽ നിന്നും കുട്ടിയെ ഒഴിവാക്കണമെന്നും പോലീസ് പിഴവ് തിരുത്തണമെന്നുമാണ് ഇവരുടെ ആവശ്യം. അതേസമയം പോലീസ് ആരോപണം നിഷേധിക്കുകയാണ്. ന്യൂസ് 18 പത്തനംതിട്ട. മലയാളികൾ കൂട്ടത്തോടെ വിദേശ രാജ്യങ്ങളിലേക്ക് കടന്നപ്പോൾ കേരളത്തിലെ പല വീടുകളും അടച്ചിട്ട നിലയിലാണ്. സാധാരണ ബന്ധുക്കളെയോ അയൽക്കാരെയോ വീട് നോക്കാനേൽപ്പിക്കും. എന്നാൽ ഇങ്ങനെ വീട് പൂട്ടിപ്പോകുമ്പോൾ സ്വർണവും പണവും അവിടെ സൂക്ഷിക്കാതിരിക്കുന്നതാണ് നല്ലത്. മലപ്പുറത്ത് പ്രവാസിയുടെ പൂട്ടിക്കിടന്ന വീട്ടിൽ നടന്ന കവർച്ചയിൽ നഷ്ടപ്പെട്ടത് 10 ലക്ഷം രൂപയുടെ സ്വർണവും വജ്രവുമാണ്. കൂട്ടിലങ്ങാടിയിലെ അഹമ്മദ് നസീറിൻ്റെ വീട്ടിലായിരുന്നു കവർച്ച. CCTV ദൃശ്യങ്ങൾ ശേഖരിച്ച് പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. മലപ്പുറം കൂട്ടിലങ്ങാടി പടിഞ്ഞാറ്റുമുറി സ്വദേശി അഹമ്മദ് നസീറിന്റെ പൂട്ടിക്കിടന്ന വീട്ടിലാണ് കവർച്ച നടന്നത്. ശനിയാഴ്ച വൈകിട്ട് 5-നും ഞായറാഴ്ച രാവിലെ 11-നും ഇടയിലാണ് മോഷണം നടന്നതെന്ന് പോലീസ് പറഞ്ഞു. വീടിന്റെ മുൻവശത്തെ വാതിൽ തകർത്ത് അകത്ത് കടന്ന മോഷ്ടാക്കൾ അലമാരയിൽ സൂക്ഷിച്ചിരുന്ന ആഭരണങ്ങളാണ് കവർന്നത്. 10 ലക്ഷം രൂപയുടെ ആഭരണങ്ങൾ നഷ്ടപ്പെട്ടതായാണ് കണക്ക്. സ്വർണ്ണാഭരണങ്ങളും വജ്രാഭരണങ്ങളും മോഷണം പോയിട്ടുണ്ട്. വർഷങ്ങളായി വിദേശത്ത് താമസിക്കുന്ന ആളാണ് അഹമ്മദ് നസീർ. പൂട്ടിക്കിടക്കുന്ന വീട് സഹോദരനാണ് നോക്കാറുള്ളത്. സഹോദരൻ ബഷീർ പോലീസിൽ പരാതി നൽകി. സംഭവത്തിൽ മലപ്പുറം പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങി. സമീപ പ്രദേശങ്ങളിലെ CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ പോലീസ് പരിശോധിക്കുന്നുണ്ട്.
ന്യൂസ് 18 തിരൂർ. ഒരു ജനാധിപത്യ രാജ്യത്ത് ന്യായമായ ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രതിഷേധിക്കാനും സമരങ്ങളെ പിന്തുണയ്ക്കാനും ഏതൊരാൾക്കും അവകാശമുണ്ട്. ആശാവർക്കർമാരുടെ സമരവും അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടിയാണ്. അതിനെ പിന്തുണച്ച് സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തകരും വ്ളോഗർമാരും ഒക്കെ രംഗത്തെത്തുന്നു. എന്നാൽ ആശാവർക്കർമാരുടെ സമരത്തെ അനുകൂലിക്കുന്നവർ സൈബറിടത്ത് ആക്രമിക്കപ്പെടുകയാണ്. ഫേസ്ബുക്കിൽ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തതിനാണ് ബ്ലോഗർക്കെതിരെ സൈബർ ആക്രമണമുണ്ടായത്. സംഭവത്തിൽ പത്തനംതിട്ട തുമ്പമൺ സ്വദേശിനി നീനു പോലീസിൽ പരാതി നൽകി. ആശാവർക്കർമാരുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടണമെന്നാവശ്യപ്പെട്ട് നീനു ഫേസ്ബുക്ക് പേജിൽ പോസ്റ്റ് ചെയ്ത വീഡിയോകൾക്ക് താഴെയാണ് ഇടത് അനുകൂല ഐഡികളിൽ നിന്നുള്ള അസഭ്യ കമന്റുകൾ. ഇതിനു പിന്നാലെ ഭീഷണി മെസ്സേജുകളും നിരന്തരം വരുന്നതായാണ് പരാതി. കൂട്ടമായി റിപ്പോർട്ടടിച്ച് ഫേസ്ബുക്ക് അക്കൗണ്ടിന്റെ പ്രവർത്തനം നിർത്തിക്കാനും വ്യാജ പ്രൊഫൈലുകളിൽ നിന്നും ശ്രമിക്കുന്നതായി നീനു ആരോപിക്കുന്നു. ആദ്യത്തെ 2 വീഡിയോയും നല്ല രീതിയിൽ ജനങ്ങൾക്കിടയിൽ സംസാരമായ സമയത്ത് അതിന് ഞാൻ കമ്മീഷൻ വാങ്ങിയിട്ടാണ് ഈ വീഡിയോകൾ ചെയ്യുന്നതെന്നുള്ള വ്യാജ പ്രചരണങ്ങൾ നടത്തുകയും ആശാ വർക്കർമാർക്കെതിരെ വ്യാജ പ്രചരണങ്ങൾ നടത്തിക്കൊണ്ടുള്ള കമൻസുകൾ എൻ്റെ വീഡിയോയ്ക്ക് താഴെ വന്നു തുടങ്ങി. അതുപോരാതെ തന്നെ വ്യക്തിഹത്യയും അതിലുണ്ടായിരുന്നു. അപ്പോൾ ഇതിനെതിരെ ഞങ്ങൾ സൈബർ സെല്ലിൽ കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ മൂന്നാമത് ഞങ്ങൾ ചെയ്തൊരു വീഡിയോയ്ക്ക് മാസീവായിട്ട് റിപ്പോർട്ട് അടിച്ച് വീഡിയോ ഹൈഡ് ചെയ്യിപ്പിച്ചു. സൈബർ ആക്രമണത്തിനെതിരെ നീനു പത്തനംതിട്ട സൈബർ പോലീസിൽ പരാതി നൽകി. നടപടി ഉണ്ടായില്ലെങ്കിൽ ജില്ലാ പോലീസ് മേധാവിക്കും DGPക്കും പരാതി നൽകാനാണ് തീരുമാനം. ന്യൂസ് 18 പത്തനംതിട്ട. കുറ്റകൃത്യങ്ങളുടെ മറ്റു ചില വാർത്തകൾ ചുരുക്കത്തിൽ. ഇടുക്കിയിൽ ഇതര സംസ്ഥാന തൊഴിലാളിയായ സ്ത്രീയെ ഒപ്പം താമസിച്ചിരുന്ന സുഹൃത്ത് കൊലപ്പെടുത്തി. മധ്യപ്രദേശ് സ്വദേശിനി സരസ്വതിയെ കൊലപ്പെടുത്തിയ പ്രതി രാജേഷ് ലോഹോ ഠാക്കൂർ അറസ്റ്റിൽ. കൊലപാതകം ഒരുമിച്ച് മദ്യപിക്കുന്നതിനിടെയുണ്ടായ വഴക്കിനെ തുടർന്ന്. കോടതി നടപടികൾ ചിത്രീകരിച്ച് വാട്സാപ്പിലൂടെ പ്രചരിപ്പിച്ചതിന് അഭിഭാഷകനെതിരെ കേസ്. അഡ്വക്കേറ്റ് മാത്യൂസ് നെടുമ്പാറയ്ക്കെതിരെയാണ് ഹൈക്കോടതി സ്വമേധയാ കോടതിയലക്ഷ്യ കേസെടുത്തത്. കണ്ണൂർ ഊരത്തൂരിൽ കശുവണ്ടിത്തോട്ടത്തിലെ ഷെഡിൽ 37-കാരി മരിച്ച നിലയിൽ. വയനാട് തവിഞ്ഞാൽ സ്വദേശിനി രജനിയാണ് മരിച്ചത്. ഹംപി കൂട്ടബലാത്സംഗ കേസിൽ 3ാമത്തെ പ്രതിയും പിടിയിൽ. പ്രതി ശരണപ്പയെ പിടികൂടിയത് തമിഴ്നാട്ടിൽ നിന്ന്. കോവിഡിന് ശേഷം കേരളത്തിലെ എല്ലാ വീടുകളിലും ഓരോരുത്തർക്കും സ്വന്തമായി മൊബൈൽ ഫോണുണ്ട്. കുട്ടികൾക്ക് ഓൺലൈൻ പഠനത്തിനായി മൊബൈൽ വാങ്ങി നൽകിയപ്പോൾ ഇത് ഇത്രയും പ്രശ്നങ്ങൾ സൃഷ്ടിക്കുമെന്ന് പല മാതാപിതാക്കളും തിരിച്ചറിഞ്ഞു കാണില്ല, അല്ലേ? അച്ഛനമ്മമാർ അറിയാതെ പല മക്കൾക്കും ഇൻസ്റ്റഗ്രാമും ഫേസ്ബുക്ക് അക്കൗണ്ടുകളുമുണ്ട്. അവിടെ അപരിചിതരായ പലരുമായി സൗഹൃദം. ഒടുവിൽ ചതിക്കപ്പെടുമ്പോഴും ജീവിതം പിച്ചി ചീന്തപ്പെടുമ്പോഴും മാത്രമാണ് എല്ലാം പുറം ലോകം അറിയുന്നത്. തിരുവനന്തപുരം പാങ്ങോട് 16-കാരിയെ പീഡിപ്പിച്ചത് ഇൻസ്റ്റഗ്രാമിലൂടെ പരിചയപ്പെട്ട യുവാവാണ്. കേസിൽ വെമ്പായം സ്വദേശി ജിത്തുവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇത് നമ്മുടെ നാട്ടിലെ ഒരൊറ്റപ്പെട്ട സംഭവമല്ല. പല വീടുകളിലും മാതാപിതാക്കൾ അറിയാതെ മക്കൾ ഇതുപോലെ പ്രണയക്കെണിയിൽ വീഴുന്നുണ്ട്. എത്ര ഉപദേശിച്ചിട്ടും കാര്യമില്ലെന്നറിയാം. എങ്കിലും ഒരിക്കൽ കൂടി പറയട്ടെ, സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട. ഇതോടെ ഇന്നത്തെ പോലീസ് പട്രോൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.